തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ബി.ജെ.പി. പ്രവർത്തകരുടെ ആവേശോജ്വല സ്വീകരണം. നഗരത്തിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ തുടരുകയാണ്. വിവരങ്ങളുമായി അനീഷ ആന്റണി ചേരുന്നു. അനീഷ്, വളരെ ആവേശത്തോടെ സുരേഷ് ഗോപിയെ വിജയിച്ചെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുകയാണ് തൃശൂർക്കാർ. എങ്ങനെയാണ് റോഡ് ഷോയും പുരോഗമിക്കുന്നത്? തീർച്ചയായും സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് തൃശ്ശൂരിലെത്തിയിട്ടുള്ളത്. തൃശ്ശൂരിലെത്തി അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചിരുന്നത് പുഴയ്ക്കിലുള്ള ഹയാത്ത് ഹോട്ടലിലെത്തി അവിടെ നിന്നും റോഡ് ഷോ ആരംഭിക്കാനായിരുന്നു. പക്ഷേ സമയം വൈകിയിരുന്നു. തൃശ്ശൂരിലെത്തിയപ്പോൾ 3:30 സമയമായിരുന്നു. അതോടുകൂടി ഹയാത്തിലേക്ക് പോകാതെ നേരെ കളക്ടറേറ്റിലേക്കാണ് അദ്ദേഹം വന്നത്. കളക്ടറേറ്റിലെ അങ്കണത്തിൽ തന്നെ അദ്ദേഹത്തിന് ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ M.T. രമേശ്, അതുപോലെ തന്നെ A. നാഗേഷ് ഉൾപ്പെടെ നിരവധി നേതാക്കളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഹാരവും ബൊക്കയും ഒക്കെ നൽകി ആദരിച്ചതിന് ശേഷമാണ് അദ്ദേഹം കളക്ടറേറ്റിൽ അദ്ദേഹം കളക്ടറുടെ പക്കൽ നിന്നും വിജയപത്രിക വാങ്ങി. തുടർന്ന് കളക്ടറേറ്റിൽ നിന്നായിരുന്നു അയ്യന്തോൾ കളക്ടറേറ്റിന് മുന്നിൽ നിന്നായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത്. ഇപ്പോൾ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ. തുറന്ന വാഹനത്തിൽ അദ്ദേഹം റോഡിന് ഇരുവശത്തുമുള്ളവരെ കൈവീശി കാണിച്ച് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ്, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരടക്കം നിരവധി പേരാണ് റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഇവരെല്ലാം അദ്ദേഹം കൈവീശി കാണിച്ച് അദ്ദേഹത്തിന് നന്ദി അർപ്പിച്ചു. ഇതിനിടയിൽ കളക്ടർ പക്കൽ നിന്നും വിജയപത്രിക വാങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം തൃശൂർ പൂരത്തെ കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞത്. തൃശൂർ പൂരം പോലീസിനെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ വരും പൂരങ്ങളെല്ലാം അദ്ദേഹം നടത്താൻ അദ്ദേഹം മുന്നിട്ട് നിൽക്കുമെന്നാണ് പറഞ്ഞത്. പ്രധാനമായും പിന്നെ അടുത്തതായി അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂർ മണ്ഡലത്തിലെ അദ്ദേഹം പിന്നോട്ട് പോയിരുന്നു. അവിടെ മുരളീധരനായിരുന്നു ഗുരുവായൂർ മണ്ഡലത്തിൽ ലീഡ്. ഗുരുവായൂർ മണ്ഡലവും അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും തങ്ങളുടെ ഭാഗത്തേക്ക് വരും. തീർച്ചയായും ബി.ജെ.പിക്കൊപ്പം നിൽക്കും അടുത്ത തെരഞ്ഞെടുപ്പിലെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കും. എന്തായാലും തൃശ്ശൂരിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. അദ്ദേഹം തൃശ്ശൂരിൽ തന്നെയാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു തൃശ്ശൂരിൽ താമസമാക്കാനുള്ള ഉദ്ദേശമുണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൽ തന്നെയാണ് ഞാൻ, അതായത് ഈ ഓരോ നിമിഷവും തൃശ്ശൂർക്കാർക്ക് വേണ്ടി ചിന്തിക്കും, തൃശ്ശൂർക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കും. തൃശ്ശൂരിൽ അല്ലാത്ത സമയത്ത് കൂടി അദ്ദേഹത്തിന്റെ മനസ്സും ചിന്തകളും എല്ലാം തൃശ്ശൂരിനെ കുറിച്ചായിരിക്കും. വരുന്ന 5 വർഷത്തേക്ക് അദ്ദേഹം ഉറക്കം ഒഴിച്ചുകൊണ്ട് പോലും തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ള ജനാവലിയുടെ മധ്യത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ റോഡ് ഷോയായി വരുന്നത്. ഈ റോഡിന്റെ ഇരുവശത്തുമുള്ള നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താനും അദ്ദേഹത്തെ കൈവീശി കാണിക്കാനും ഒക്കെ അദ്ദേഹം തുറന്ന വാഹനത്തിൽ നിരവധി വാഹനങ്ങളുടെ ഈ ബൈക്കുകളുടെ അകമ്പടിയോടെ, ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അവിടെ നിന്നും കളക്ടറേറ്റിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചത്. ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തൃശൂർ ശങ്കരൈ റോഡിലെത്തി. എന്തായാലും വലിയ ജനപങ്കാളിത്തമാണ് ഈ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ ഉൾപ്പെടെ ഉള്ളതും. ഈ റോഡിന് ഇരുവശത്തും അദ്ദേഹത്തിനെ കാണാനും തളിച്ചുകൂടുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അഭൂതപൂർവമായ തിരക്കാണ് തൃശൂർ നഗരത്തിലെമ്പാടും കാണുന്നത്. ടിജി, തൃശൂരിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വിജയിച്ച് എത്തിയ സുരേഷ് ഗോപി ഇന്നാണ് തൃശൂരിൽ എത്തിയത്. തൃശൂർ ജനതയ്ക്ക് നന്ദി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ തൃശൂർ നഗരത്തിൽ